ജർമ്മനിയിലെ പൊതുവെ പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് നമുക്ക് ആൽക്കഹോൾ കുടിക്കാം. അതായത് റോഡരികിലോ ഇതേപോലത്തെ പാർക്കിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് പൊതുസ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആൽക്കഹോൾ കുടിക്കാം. അത് നിയമപരമായിട്ട് ഇവിടെ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചില സിറ്റികൾക്കൊക്കെ അവരുടേതായ ചെറിയ ചെറിയ റൂൾസിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ കാരണം ചെറുതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് ആൽക്കഹോൾ കുടിക്കാം എന്നുള്ളത് ഇവിടെ ലീഗലാണ്. പക്ഷെ ഡോയിച്ചെ ബെൻ, അതായത് നമ്മുടെ ജർമ്മനിയിലത്തെ ഏറ്റവും വലിയൊരു നാഷണൽ റെയിൽവേ കമ്പനിയാണ് ഡോയിച്ചെ ബാൻ എന്ന് പറയുന്നത്. ഇവർ വലിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതായത് 2026 ഒക്ടോബർ തൊട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ നിയമങ്ങൾ വരുന്നത്. പക്ഷേ 2026 ഒക്ടോബർ തൊട്ട് റെയിൽവേ സ്റ്റേഷനിലും പ്ലാറ്റ്ഫോംസിലും ഒക്കെ ഇരുന്നിട്ട് നമ്മൾ ആൽക്കഹോൾ ഇവരെ നിരോധിക്കുകയാണ്. ഇനി അവിടെ ഒന്നും ഇരുന്ന് നമ്മൾ കള്ള് കുടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ കുടി കാരണമായിട്ടുള്ള പ്രശ്നങ്ങളും അക്രമങ്ങളൊക്കെ വളരെയധികം കൂടി വരാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു നിയമം ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. പക്ഷെ ഇവിടെയുള്ള പല സ്റ്റേഷനുകളിലും ആയാലും പല ട്രെയിനുകളിലായാലും ഇവർ കഫേസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇത് ആൽക്കഹോൾ വിൽക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഈ ഒരു നിയമം ബാധകമല്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇരുന്ന് ഇനി കുടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം നമുക്ക് ഇപ്പോൾ ബാഗിൽ വേണമെങ്കിൽ അത് സംഭവം കൊണ്ട് നടക്കാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കുടി ഇവര് നിരോധിക്കുകയാണ്. അപ്പൊ കുടി പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടില്ല കേട്ടോ. ഈ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് നിരോധിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത്.